എൻ്റെ പേര് അനു. ഞാൻ കുറവലങ്ങാട് നിന്നാണ് വരുന്നത്. കഴിഞ്ഞ 26-നാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു കാര്യത്തെപ്പറ്റി അമ്മയോട് സംസാരിച്ചു. കാരണം ഞാൻ കുവൈറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ കോവിഡ് കാലഘട്ടമായതുകൊണ്ട് ലീവ് കിട്ടാതെ ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ എമർജൻസി അടിച്ച് എനിക്ക് അവിടുന്ന് ഞാൻ പോന്നു. അപ്പോൾ എനിക്ക് ലീവ് കിട്ടില്ലാത്തതുകൊണ്ട് അവർ എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിരുന്നതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും അവിടെ കൊടുത്താലേ എനിക്ക് പോരാൻ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ അത് കൊടുത്തിട്ടാണ് ഞാൻ പോരുന്നത്. ഞാൻ പോകുന്ന ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ എക്സ്പയറി ആയതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവരോട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനെ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചു ചെന്നാൽ എനിക്കത് തരുള്ളൂ എന്നവർ പറഞ്ഞു. അതെനിക്ക് പറ്റുന്ന കാര്യമായിരുന്നില്ല. അതുപോലെ ഞാനവിടെ 2 വർഷം വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും എനിക്കവർ തരില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ രജിസ്ട്രേഷന് വേണ്ടി ഞാനിവിടെ ട്രിവാൻഡ്രം നഴ്സിംഗ് കൗൺസിലിൽ പോയി അപ്ലൈ ചെയ്തു. അപ്പോൾ അവരും പറഞ്ഞത് ഒത്തിരി പ്രോസസ്സിംഗ് ആണ്, അതായത് നഷ്ടപ്പെട്ടു പോയി ഇന്ന് ന്യൂസ് പേപ്പറിൽ കൊടുത്ത പരസ്യം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതൊന്നും എനിക്ക് ഉടനെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഉടമ്പടി എടുത്ത സമയത്ത് ഇത് എനിക്ക് സാധിച്ചു തരുമെന്ന് എനിക്ക് അങ്ങനെ തോന്നാത്തത് കൊണ്ട് എന്തോ ഞാൻ അന്ന് ഉടമ്പടിയിലെ കാര്യം വെച്ചില്ല. പക്ഷെ അന്ന് വൈകുന്നേരം ചെന്നപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ അവർക്കൊരു മെസ്സേജ് അയച്ചു ഈ സർട്ടിഫിക്കറ്റിനെ പറ്റി. സാധാരണ ഞാൻ മെസ്സേജ് അയച്ചാൽ അവരെനിക്ക് റിപ്ലൈ തരുന്നതല്ല. പക്ഷെ അന്ന് അവരെനിക്ക് റിപ്ലൈ തന്നു. അനുവിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അടുത്ത മാസം നാട്ടിലോട്ട് പോരുന്ന ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ അവരത് കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടില്ല എന്നറിയാം. എങ്കിലും മാതാവിനോട് ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് അത് അങ്ങനെ ഒരാളുടെ കൊടുത്തു വിടാൻ പറ്റുന്നതല്ല, അത് ഞങ്ങൾ മെയിൽ അയക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ നേഴ്സിംഗ് സൂപ്രണ്ടൻ്റാണ് സംസാരിച്ചത്, അയാൾ മലയാളിയാണ്. അപ്പം അവരടുത്ത മാസം നാട്ടിലോട്ട് വരുന്നുണ്ട്. അവർ തന്നെ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാമെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹത്തിന് ദൈവമാതാവിനും പരിശുദ്ധ നന്ദി.